11:30 മണിയാവണം കേട്ടോ. അതേ പെട്ടിയുടെ അരികത്ത് കാവല് കിടക്കുകയാണ്. നിലത്ത് കിടന്നോളെന്നും പറഞ്ഞുകൊണ്ട് താഴെ കിടക്കേണ്ട നമ്മുടെ മിക്കൂസ്. വേറെ ഒന്നുമല്ല, നമുക്ക് പോകാനായിട്ട് 12:30 വണ്ടി കഴിഞ്ഞത് അത് വെയിറ്റ് ചെയ്ത് ഉള്ള കിടപ്പാണ് കാണുന്നത്. പോയി അപ്പുറത്തേക്ക് കിടക്കാൻ പറഞ്ഞിട്ടൊക്കെ ഒന്നും പോണില്ല. ആ പെട്ടിയുടെ അരികത്ത് തന്നെ കിടന്നോളാന്നും പറഞ്ഞുകൊണ്ട് പെട്ടിയുടെ അരികത്ത് ഒരു തലോണിയും ഇട്ടിട്ട് കിടക്കണം കിടപ്പാണ്. ഇപ്പോൾ ആദ്യമായിട്ട് ട്രെയിനിനൊക്കെ കയറാൻ പോണ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം മിക്കുന് ഉറക്കമൊന്നുമില്ല കൈസ്. മോനോട് എല്ലാവരും പോയിട്ട് നിങ്ങൾ മാത്രം വരണം. ട്രെയിനിൽ കയറുന്നതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ നോക്കിയണ്ട പാളമൊക്കെ ഇങ്ങനെ അത്രയും ലൈവായിട്ട് അരികത്ത് ആദ്യമായിട്ടാണ് നമ്മുടെ നമുക്ക് പോകുന്നത് കാണാം. ഈ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് എന്റെ ദൈവമേ, ഇതിപ്പോ നമ്മുടെ രാജ്യം തന്നെ കിടന്ന് വിദേശത്തോട്ട് പോണ പോലെ ഉണ്ട് തോന്നണ. നമ്മുടെ ടോമൊക്കെ പഠിക്കാറൊക്കെ ആവും ഇതേപോലെ ആയിരിക്കുമല്ലേ വിദേശത്തൊക്കെ പോണത്. പെട്ടിയും ഈ ബാഗ് തൂക്കിട്ട് ഇങ്ങനെ ഇവരുടെ പോക്ക് കാണുമ്പോ ഇവരിട്ട് വിദേശത്തോട്ട് പഠിക്കാൻ പോണതായിട്ടാണ് എനിക്ക് തോന്നണത്. സ്മൈൽ. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് മിക്കൂസ്. ഭയങ്കര അപകടമാണ്. ശ്രദ്ധിച്ചു നോക്കിയെന്നില്ലെങ്കിൽ തലേം തല്ലി ഇവിടെ കിടക്കും. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു, വേറെ അങ്ങാട് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇപ്പന്ന് പറഞ്ഞ പിള്ളേരുള്ള കാരണം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഇവരെങ്ങാനും കൈ വിട്ട് അങ്ങാടും പോറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നവും. അപ്പൊ ഭയങ്കരമായിട്ട് ഇവരെ ശ്രദ്ധിക്കണം, എന്റെ കാര്യങ്ങളും നോക്കണം. റിസ്ക് കൂടുതലാണ്. എന്തായാലും ട്രെയിനൊക്കെ വന്ന് കിടപ്പുണ്ട് കേട്ടോ നമ്മളുടെ. ഇനി ബോഗി എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് പോകാൻ. ഞങ്ങൾ അതൊന്ന് കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാതെ ട്രെയിൻ മിക്കു ഇങ്ങോട്ട് തിരിഞ്ഞേ, ഇങ്ങോട്ട് തിരിഞ്ഞേ. മിക്കൂസ് ആദ്യമായിട്ട് കേറിയേണ്ട ട്രെയിനില്. മിക്കോ ഞങ്ങളൊക്കെ കേറട്ടേട്ടാ. ധ്യാനീശ്വരൻ കേറി, ടോമൂസ് കേറി, ഞാനും കേറിയേണ്ട ട്രെയിനിലോട്ട്. ഫൈനലി അങ്ങനെ മിക്കുവിന്റെ അതേ കമ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ച് സെറ്റാണ് ഗൈസ്. നിങ്ങൾ ഒരു കാര്യത്തിന് പരിശ്രമിച്ചാൽ അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ് ഗൈസ്. ഞാനിപ്പോൾ എൻ്റെ ഒരു കുഞ്ഞിലത്തെ ആഗ്രഹമാണ് ട്രെയിനിൽ കയറണം, ട്രിപ്പ് പോകണം. ഇപ്പോൾ അത് നടന്നിരിക്കുകയാണ്. ഐ ആം സോ എക്സൈറ്റഡ് ബ്രോ. അതുകൊണ്ട് എല്ലാവരും പരിശ്രമിക്കുക സ്വന്തമായിട്ട്. അതേ ഉള്ളൂ എനിക്ക് പറയാം. മക്കളും കൂടി പറഞ്ഞു കൊടുക്കേണ്ട അപ്പൻ എങ്ങനെയാണ് കാര്യങ്ങള്, ഇതിന്റെ ഇരിപ്പും കിടപ്പും എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇരുട്ടാരണം എല്ലാവർക്കും ഡബിളായിട്ട് കണ്ണൊക്കെ കാണുന്നുണ്ട്, പൂച്ചറ പോലെ.
അപ്പൊ മിക്കൂസ് ടോപ്പിൽ കയറി കഴിഞ്ഞപ്പോ മിക്കുവിന്റെ പുറകെ കൂടി ഞാനും വലിഞ്ഞേറിയട്ടാ. അപ്പൊ ഞാനും മിക്കും കൂടി ഇവിടെ മുകളിൽ കയറി കിടക്കാന്ന് ഓർത്ത്. നമ്മുടെ ടോം ഇപ്പുറത്തൊക്കെ അപാർട്ട്മെന്റിൽ കിടപ്പുണ്ട് മുകളിൽ. ഇപ്പൊ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യും, 2:15 ആവണ്ടാ. മിക്കുവൊക്കെ ഒന്നും ഉറങ്ങിയിട്ടില്ല, ഇപ്പോഴും കണ്ണ് ബുൾസൈ പോലെ ഇങ്ങനെ കണ്ണും തുറന്നുടിച്ചിരിക്കണേ. 2:30 മണിയായിട്ടുള്ളൂ. അപ്പൊ ട്രെയിനിന്റെ മുകളിലൊക്കെ കയറി. ഇനിയിപ്പോ ഒരാളുകളൊക്കെ വന്നതിന് മുന്നേ ഞങ്ങൾ ഏറ്റവും ടോപ്പിന്റെ മുകളിൽ കയറി. ഇനിയിപ്പോ നല്ല യാത്രയുണ്ട്. അപ്പൊ എന്തായാലും കുറെ ഉറങ്ങണം. അവിടെ താഴെയാണെന്നുണ്ടെങ്കിൽ മര്യാദ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, മുകളിലാണെങ്കിൽ ഒന്നും അറിയാനും പറ്റില്ലല്ലോ. അപ്പൊ വേഗം കിടന്ന് ഉറങ്ങാല. അങ്ങനെ ഏറ്റവും മുകളിലോട്ട് വലിഞ്ഞ് പതച്ച് കയറിയട്ടാ. ഇനിയിപ്പൊ ഞങ്ങള് അവിടെ ഗോവയിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഗോവയിൽ ചെന്നിട്ടുണ്ട് ഇറങ്ങണം. നേരത്തെ ഉള്ള വിശേഷം ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ പോണ എല്ലാവരും. ഓക്കെ, എല്ലാവരും ഗുഡ് നൈറ്റ്. ഇനിയിപ്പോ നമ്മള് രാവിലെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, നേരെ വെളുക്കാറായപ്പോഴാണ് നമ്മുടെ മിക്കൂസ് ബർത്തിന്റെ മുകളിലൊക്കെ ഒന്ന് കിടന്ന് ഉറങ്ങി സെറ്റായത്. ഇപ്പൊ നല്ല കംഫർട്ടായി. അവിടെ നല്ല ഉറപ്പാണ്ടാ. ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 3 മണിക്കൊക്കെ എഴുന്നേറ്റ് നോക്കിയിരുന്നു. ഈ വെളുപ്പാങ്കാലായപ്പോഴാണ് ഒന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് താഴേക്ക് ഒന്ന് വന്നിരുന്നില്ല, കാഴ്ചയൊക്കെ കാണാനായിട്ട് മിക്കൂസ്. നമ്മള് ഇവിടെ വന്ന് മുഖമൊക്കെ വാഷ് ചെയ്ത് ബാത്റൂം കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഇരുന്നിട്ട് മിക്കൂസിന്, നമ്മുടെ ട്രെയിനിന്റെ ഉള്ളിലത്തെ ബാത്റൂം കാണാനായിട്ട്. അങ്ങനെ അതേ മോറൊക്കെ ഒന്ന് കഴുകി പല്ലൊക്കെ ഒന്ന് തേച്ച് നമ്മളതേ വന്നിരിക്കുകയാണ് നമ്മുടെ ക്യാബിൽ. അപ്പോൾ വേറെ ചേച്ചിയും ചേട്ടനും വന്നിട്ടാ. വലിയ ശല്യക്കാരൊന്നും ആയിരുന്നില്ല. അപ്പൊ അവരും വന്ന് നമ്മുടെ കൂടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഇനിയിപ്പോ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ ഒന്നും കിട്ടില്ല, ട്രെയിനിന്റെ ഉള്ളിൽ നിന്നല്ലേ ഞാൻ ഭക്ഷണം കഴിക്കാൻ നിർത്തിയോളൂ. അങ്ങനെ നമ്മള് കാലത്ത് ഞാനും വെക്കും ബ്രെഡും ഓംലേറ്റും, ബാക്കിയുള്ളവരൊക്കെ ഉപ്പുമാവും വാങ്ങിച്ചിട്ടാ. അവരുടെ ഉപ്പുമാവ് കണ്ടപ്പോ നല്ല പനി. ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവിന്റെ ഒരു ഇതുപോലും ഇല്ല ടീ ഉപ്പുമാവിന്. പക്ഷെ കഴിച്ചു നോക്കിയപ്പോ ആദ്യം ഇഷ്ടമെങ്കിലും രണ്ടാമത്തെ സ്പൂൺ കഴിഞ്ഞപ്പോ പിന്നെ അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ എനിക്ക് എന്തോ പിടിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ബ്രെഡും ഓംലേറ്റ് ഒക്കെ തിന്ന് ദേ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. 14 മണിക്കൂറത്തെ യാത്ര ഉണ്ടിട്ട് നമ്മൾക്ക് ഗോവ വരെ. ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതിനിടയിൽ പറയാൻ വിട്ടുപോയി. ഞങ്ങൾ മഡ്ഗോവയിലോട്ടാണ് പോകണം. ഗോവയിലോട്ട് പോകണമെന്നുള്ള ഒരു ആഗ്രഹം വെച്ചിട്ട് കുറെ നാളായി നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പൈസയൊക്കെ ഇങ്ങനെ സ്വരുക്കൂട്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. വെക്കേഷന് പോകാൻ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കേഷന്റെ സമയത്ത് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അപ്പൊ നമ്മള് ഈ ഒരാഴ്ചക്കാണ് നമുക്ക് ടിക്കറ്റ് ഒക്കെ കിട്ടിയത്. അപ്പൊ പിള്ളേരുടെ കലോത്സവം നടക്കുന്ന സമയമാണ് ഈ ആഴ്ചയില്. അപ്പൊ പിന്നെ ഇപ്പൊ വീട്ടില് വലിയ സ്കൂളില് ലീവിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ അങ്ങനെ ഇറങ്ങിയിട്ടാ. മിക്ക സീറ്റുകളിലൊക്കെ ഒഴിവായിരുന്നു. അപ്പൊ അങ്ങാട് ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങി നടന്ന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കിടന്ന് അങ്ങനെയൊക്കെ ഇരുന്നിട്ട് നമ്മ ട്രെയിനില്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോ അപ്പൻ അമ്മക്ക് ലേസ് വാങ്ങിച്ചു കൊടുത്തു, കിക്കാറ്റ് വാങ്ങിച്ചു കൊടുത്തൊക്കെ പരാതി ആയിരുന്നുണ്ട്. അപ്പൊ ഇവരെ നോക്കി കുറെ നേരം മിക്കുസ് നോക്കിയിരിക്കുന്നത്. അപ്പൊ ലേസും കാര്യങ്ങളൊക്കെ വന്നപ്പോ ലേസ് വാങ്ങി കിട്ടിക്കഴിഞ്ഞപ്പോ സന്തോഷമായിട്ടാ മിക്കുന്. ഞാൻ കുറച്ച് അങ്ങോട്ട് നീങ്ങിരുന്നിട്ടുള്ളത് ഞാനതില്ലെങ്കിൽ എന്റെ കൈയിട്ട് വരാൻ വേണ്ടി വരും. അപ്പൊ ഓരോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് വിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലി സിനിമയിൽ ജഗദീഷ് ഇറങ്ങിയിട്ട് കാണാണ്ടാവൂല, അതേപോലെ അനുചേട്ടനെ കാണാണ്ടാവോന്നാവോ. അനുചേട്ടൻ ഇടയ്ക്ക് പോയി വിശ്രമിക്കാനായിട്ട് പുറത്ത് ഓരോ സ്റ്റേഷനിൽ പോയിരിക്കും. പറഞ്ഞ നേരത്തിന് പെട്ടെന്നാണ് ഇവര് എടുക്കണത്. ആദ്യ സ്റ്റേഷനുകളിൽ അവര് നിർത്തിയിടണോന്നില്ല, വലിയ വലിയ സ്റ്റേഷൻ വരുമ്പോൾ മാത്രമേ നിർത്തണുള്ളൂ. അപ്പം ഇടക്കിടക്ക് പുറത്തൊക്കെ പോയിരുന്ന് ഇങ്ങനെ ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ നമ്മ വരണം. അപ്പൊ മിക്കുന്റെ അടുത്ത ആഗ്രഹമായിരുന്നു ടോയ്ലറ്റ് ഒന്ന് കാണുന്നു ട്രെയിനിന്റെ ഉള്ളിലത്തെ. അങ്ങനെ ട്രെയിനിന്റെ ഉള്ളിലെ ടോയ്ലറ്റ് ഒക്കെ കാണിച്ചു കൊടുത്തപ്പോ മിക്കുസിന് മതിയായി. ഒരാഴ്ച മൂത്രം വെച്ചിട്ട് പിന്നെ മിക്കുസ് ആ വഴിക്ക് പോയിട്ടില്ല. അത്രക്കും സ്മെല്ലായിരുന്നു എന്റെ ഉള്ളിലൊക്കെ. അങ്ങനെ നമുക്ക് ഇറങ്ങി തിരിഞ്ഞിട്ട് ഉടുപ്പിയിൽ എത്തി. ഒന്ന് കുറച്ചു നേരം അവിടെ നിൽക്കാനൊക്കെ സമയമുണ്ടായിരുന്നു. പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കാറ്റൊക്കെ കൊണ്ടുകഴിഞ്ഞപ്പോൾ പറഞ്ഞ നേരം കൊണ്ട് സാരം വന്ന് നമ്മുടെ ട്രെയിൻ വിട്ടഴിഞ്ഞപ്പോ കുറെ പേരൊക്കെ ചാടി ഓടി കയറി. അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര തുടർന്ന് പോയിക്കൊണ്ടിരിക്കേണ്ട. ഇനിയിപ്പോ ഉച്ചക്ക് എന്ത് കഴിക്കും? കാലത്തെ ഭക്ഷണം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു ആവറേജ്. അങ്ങനെ നിൽക്കുമ്പോൾ ഇനിയിപ്പോ ഉച്ചക്കത്തെ എന്തായിരിക്കും എന്നാവോ എന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് നല്ലോണം ഉണ്ട്. പിന്നെ ഒന്നും കിട്ടാൻ വേറെ നിവൃത്തിയുമില്ല. ഈ വൈകുന്നേരം ഒരു 4:15 കൂടി എത്തുമോ എന്നുള്ളതാണ് ഗൂഗിളിൽ നോക്കുമ്പോൾ കാണിക്കുന്നത്. അങ്ങനെ അവസാനം ഞങ്ങൾ ആദ്യം പറഞ്ഞില്ല 3 ബിരിയാണി പറഞ്ഞിട്ടാ. ഓ വാവ്, അവര് ഇടക്കിടക്കിടക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കണ്ടായിരുന്നു. അണ്ടാ ബിരിയാണി, അണ്ടാ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ബീഫ് ഉണ്ടാവില്ല കൂട്ടി പറഞ്ഞാണ്ട് ഞാൻ എന്റെ വാക്ക് എന്റെ കയ്യിൽ നിൽക്കുന്നത്. അപ്പൊ അണ്ടാ ബിരിയാണി എന്ന് പറഞ്ഞപ്പോ അയാള് അത് മനപ്പൂർവ്വം പറഞ്ഞാണ് എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നത്. എന്തൊരു അണ്ട ബിരിയാണി പറയോ, വായിൽ വെക്കാൻ കൊള്ളൂല. ഇതിലും നല്ലോ ഞാൻ ഉണ്ടാക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി നിമിഷം എടുത്തിട്ടത് കുറച്ചൊക്കെ കുത്തി കയറ്റി വിശപ്പുള്ളത്. ബാക്കിയുള്ളത് ഒരു നിവൃത്തിമില്ലാണ്ട് കളഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല വയറിളക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയി ഇരിക്കാനോട് പറ്റൂല. അതാണ് നമ്മള് ഒരുവിധം തലക്കാലത്തൊക്കെ വിശപ്പ് അങ്ങോട്ട് മാറ്റിയിട്ട് ആ ബിരിയാണി അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ടാ.
അപ്പൊ അതേ നമ്മൾക്ക് വഴിയിൽ അടുത്ത സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പട്ടികളെ കണ്ടത്. ആ പട്ടിയുടെ നോട്ടം അത്ര ശരിയല്ല. അപ്പൊ നമ്മൾ വേഗം ഗ്ലാസ് ഇട്ട് പൂട്ടി. ഇവിടെ നിന്ന് കൊഞ്ഞനെ കാണിച്ചോണ്ടിരിക്കുന്നു നമ്മുടെ മിക്കൂസ്. വീഡിയോ ഒക്കെ ഒന്ന് എടുത്തത് ഇനി നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റണില്ല കേട്ടാ. ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവട്ടെ വോയിസിൽ. അപ്പൊ ഒന്നും തോന്നല്ലേ നിങ്ങൾ. എനിക്ക് നിങ്ങളിലോട്ട് എത്തിക്കേണ്ട ഓരോ വീഡിയോകള് നമുക്ക് ഇങ്ങനെ യാത്രയുടെ ഇടയിൽ കൂടി വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളിലോട്ട് എത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പോസിബിൾ ആയ കാര്യമല്ല. അതുമല്ല പിള്ളേരുണ്ടല്ല നമ്മുടെ കൂടെ, അപ്പൊ അവരുടെ കാര്യവും എല്ലാവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇതിനിടയിൽ കൂടി വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണത്. അപ്പൊ സാധനം ക്ഷമിക്കണം. സംഭവം എന്തായാലും മിക്കുസൊക്കെ ഒരുപാട് ഹാപ്പിയാണ്. ട്രെയിനിൽ കയറാൻ പറ്റിയത് അവന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം അത് സാധിച്ചിട്ട് ദേ ഇരിക്കണ ഇരിപ്പ് നോക്കിയേ. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്താ അവന്റെ ആ ഫസ്റ്റ് ആഗ്രഹം തീർന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷം. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് റൂമിലോട്ടൊക്കെ പോയി റൂമിലൊക്കെ കണ്ട് റൂമിന്റെ ഒക്കെ ചെല്ലട്ടേട്ടാ. ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ പറയാം. ഓക്കെ. ഇറങ്ങണ നേരത്താണ്ട് അവരായിട്ടൊക്കെ കൂട്ടായത്. അപ്പൊ അവരായിട്ടൊക്കെ മിണ്ടിയും പറഞ്ഞ് അവരോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയാണ്. അവരൊക്കെ സ്ഥിരം എപ്പോഴും ഇങ്ങനെ ട്രെയിനിലൊക്കെ മക്കളുടെ രീതിത്തോട്ടൊക്കെ പോണ ആളുകളാണ്. അപ്പൊ ഫുൾ സന്നാഹത്തിലാണ് വന്നേക്കണതൊക്കെ. അപ്പൊ എന്തായാലും അവരോട് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ ഒരു റൂം ഗൂഗിളിലൊക്കെ നോക്കി സെർച്ച് ചെയ്ത് ബുക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അത് കണ്ടുപിടിക്കണം എവിടെയാണെന്ന്. അപ്പൊ ഇവിടെ ഇറങ്ങിയപ്പോ നമുക്ക് നമ്മുടെ ജെറിയുടെ ടീ സ്റ്റാളൊക്കെ വന്നിറങ്ങിട്ടാ. മഡ്ഗോവയിൽ വന്ന് ഇനിയിപ്പോ മഡ്ഗോവയിലത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നും നമ്മൾക്ക് നിശ്ചയമില്ല. അപ്പൊ നമ്മൾ ഇനിയിപ്പോ പോണ വഴിയൊക്കെ പോയി കണ്ടുപിടിച്ചിട്ട് വേണം എവിടെയാണ് എന്താണെന്നൊക്കെ അറിയാം. ഒരു ഓട്ടോ പിടിച്ച് റൂം എടുത്തേക്കണോടത്തോട്ട് അവർക്ക് അഡ്രസ്സും പറഞ്ഞ് നമുക്ക് അവിടെ പോകാന്നാണ് ആലോചിച്ച് നിക്കണത് കേട്ടാ. വന്ദേഭാരത് കാണണോന്ന്, വന്ദേഭാരതിൽ വരണോന്നായിരുന്നു ആഗ്രഹം. പക്ഷെ വന്ദേഭാരതിൽ കിട്ടിയില്ല. വന്ദേഭാരത് കാണാൻ പറ്റിയട്ടോ നമുക്ക്. എന്തായാലും വന്ന് ഇവിടെ കിടപ്പുണ്ട്. ഇതും പറഞ്ഞു തീർത്തിട്ട് അപ്പനും മോനും കൂടെ ഒരൊറ്റ പോക്ക്. ഞങ്ങൾ നോക്കിയപ്പോ കാണാനില്ല. ഞങ്ങൾക്ക് ഈ സ്ഥലവും കൂടി പഠിച്ചു എന്നിട്ട് ഞങ്ങളെ എന്നിട്ടോട് പോണം. പോക്ക് അപ്പനും മോനും കൂടി എന്താ ഇതാണ് മഡ്ഗോവ. ഒരു നിശ്ചയിലോട്ട് എങ്ങാട് പോണം, എങ്ങനെ ഇറങ്ങണം, എവിടെ പോയാലാണ് ഇതിന്റെ പുറത്തോട്ട് കിടക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഒരു ഐഡിയയും കിട്ടണില്ല. ഇനി അടുത്ത പ്രാവശ്യം പോയത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അത്ര റാമ്പ് കയറി വന്നപ്പോഴേക്കും കിതക്കണ്. ഇനിയിപ്പൊ താഴോട്ട് ഇങ്ങനെ ഒരു കുത്തനെ ഇങ്ങനെ കിടക്കേണ്ട. അപ്പനും മോനും കൂടി അപ്പന്റെ മോന്റെ പോക്കൊക്കെ ഭയങ്കര സ്ലോപ്പാണ് ട്ടോ. അപ്പം ഇവിടെ പ്രീപെയ്ഡ് ടാക്സി കൗണ്ടർ അങ്ങനെയൊക്കെ എഴുതി കുറെ പേരൊക്കെ നിൽപ്പുണ്ട് നമ്മളെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇവരാരെങ്കിലും തന്നെ നമ്മൾക്ക് സമീപിക്കേണ്ടി വരും. അപ്പൊ മഡ്ഗോവ. അപ്പൊ നമ്മളിപ്പോ എത്തിക്കണത് കൊങ്കൺ റെയിൽവേ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുമ്പിലാണ്ട് ഇങ്ങനെ നിൽക്കണത്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് നമുക്കിത് റെന്റിന് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമെന്ന് തോന്നണം. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അനുശേഷത്തെ പോയേക്കേണ്ട. കുറെ ടാക്സിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ പറയണതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഒന്നില്ലെന്നുണ്ടെങ്കിൽ 3 ദിവസത്തേക്ക് 4 ദിവസത്തേക്ക് അതേ കണ്ട വണ്ടി വാടക എടുത്തിട്ട് ഇവിടെ സിറ്റി മുഴുവനും കറങ്ങി അതൊക്കെ നടക്കാം. ഒന്ന് അനുശേഷം പോയി തിരക്കേണ്ട. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഞാനിത് എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അനിശേട്ടനെ ഒരു ചേട്ടൻ കൊണ്ടുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴേക്കും അയാളെ ഇടയിൽ കയറി. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാറ് കിട്ടും. അപ്പൊ ഒരു 3 ദിവസം 4 ദിവസവും നമ്മളിവിടെ ഉണ്ടാവും. അപ്പൊ കാർ എടുത്താലാണ് ലാഭം എന്ന് പറഞ്ഞിട്ട് കാറ് ഒരു സ്വിഫ്റ്റ് ഉണ്ട്. അതിന്റെ റെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാലും കൈയൊക്കെ പിടിച്ച് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാറ് കാണിച്ചു തരാൻ പറഞ്ഞുകൊണ്ട് ആളെ കൂട്ടിക്കൊണ്ട് പോയി. ഇനി തട്ടിക്കൊണ്ടുപോയാൽ തന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇനിയിപ്പോ അഥവാ തട്ടിക്കൊണ്ടുപോയാൽ ഞങ്ങൾ ഈ 3 കൂടി എന്ത് ചെയ്യും, എങ്ങോട്ട് പോകുന്നു ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ആ മനുഷ്യനാണെങ്കിൽ അയാൾ വിളിച്ച് ഞാൻ അപ്പൊ തന്നെ കയറി പോവുകയും ചെയ്ത് ഞങ്ങൾ ഈ പരിപാടിയിലിട്ട്. എന്തായാലും അനുശേഷം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ 3 കൂടി ഇവിടെ നിൽക്കുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തൊട്ടരിത്തന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ആ ഒരു ധൈര്യത്തിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. കൊങ്കൺ റെയിൽവേ പോലീസ് സ്റ്റേഷൻ തൊട്ടരിയിൽ തന്നെയാണ് ഞാനുള്ളത്. അവിടെ പോയി നമുക്ക് കൂടി പോകാലോ.
ആ ഒരു ധൈര്യത്തിൽ ഞാനിങ്ങനെ നിൽക്കണ പിള്ളേരെയും കൊണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ കൊങ്കൺ റെയിൽവേ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് വേറെ പേടിക്കാനൊന്നുമില്ല. ഇവിടെ എന്തെങ്കിലും വന്ന് വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇപ്പൊ വന്ന് നമുക്ക് എന്തെങ്കിലും പറ്റിയാവതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറി ഒരു സഹായമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞ അപ്പൊ തന്നെ ഈ റെയിൽവേ സ്റ്റേഷന്റെ പോലീസ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് സംഭവം ഇതായി. ഇതേ നമ്മുടെ അനുചേട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടാ. തട്ടിക്കൊണ്ടൊന്നും പോയതല്ല. അനുചേട്ടൻ കാറൊക്കെ സെറ്റായിട്ട് കാറൊക്കെ എടുത്തുകൊണ്ടിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നണം. ഞാൻ ഒന്നും പേടിക്കാതിരുന്നില്ല. പെട്ടെന്ന് അങ്ങനെ പോയി കഴിഞ്ഞപ്പോ എന്ത് ചെയ്യുമെന്നാ. ഇപ്പൊ എന്താ വെച്ചാൽ പരിചയമില്ലാത്തൊരു നാടും. അനുചേട്ടൻ എന്തായാലും ഫ്രണ്ടിന് കാറൊക്കെ എടുത്തിട്ട് ഇതേ വഞ്ഞുണ്ട്. ഇനി 2-4 ദിവസത്തൊക്കെ ഞങ്ങൾക്ക് അപ്പൊ സ്വന്തമായിട്ട് കാറുണ്ട് ഗൈസ്. അങ്ങനെ കാറില് ഒരു കാറ് വാങ്ങിക്കണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം ഇതോടെ പൂർത്തിയായി. 2 ദിവസം ഇന്നലെ രാത്രി കയറിയതാണ് നമ്മ ട്രെയിനിൻ്റെ ഉള്ളിലോട്ട്. മുഖമൊക്കെ കത്തിക്കരി വാളിച്ചെന്ന് പറഞ്ഞാലേ ഓർക്കത്തിന്റെ ക്ഷീണവും ഒക്കെ ഉണ്ട് കേട്ടോ മുഖത്ത്. മുഖമൊക്കെ ഡള്ളായി എന്ന് ഞാൻ പറയാം. അത് കണ്ട കറുത്തിരിക്കത് കണ്ണുന്നതൊക്കെ ഇടി കൊണ്ട് പോലെ. ഇനിയിപ്പോൾ നമുക്ക് റൂമിൽ ചെന്നിട്ടൊന്ന് കുളിച്ച് മാറി റെഡിയായി. നമുക്ക് വണ്ടി സെറ്റായപ്പോൾ തന്നെ പകുതി സമാധാനമായിട്ടാണ്. ഇനിയിപ്പോൾ വലിയ പ്രശ്നമില്ല. ഈ ചെക്കനിനി ഒന്ന് ഛർദ്ദിക്കാണ്ടൊക്കെ കിട്ടിയാൽ മതി. ഇവിടെയും വരെ അവന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൻ സെറ്റായിരുന്നു. എന്തായാലും അഞ്ചെട്ടൻ്റെ വണ്ടിയും കൊണ്ട് എന്നിട്ട് കാണിച്ചു തരാം. ഡാ അവിടെ നിക്ക്. അപ്പൊ ദേ ഇതാണ് കേട്ടോ നമ്മള് വണ്ടി കിട്ടിയത്. 4 ദിവസത്തേക്ക് നമ്മൾ റെന്റിന് വണ്ടി എടുത്തേക്കണം. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ റെന്റ് കാറ്. അങ്ങനെ റെന്റിന് നമുക്ക് കാറ് കിട്ടിയിട്ടാണ്. 3 ദിവസത്തേക്ക് റെന്റിന് കാർ എടുത്ത്. എന്തായാലും നമ്മള് ട്രാവലിന് വേണ്ടിയിട്ട് വണ്ടികൾ ഇങ്ങനെ വിളിച്ച് വരുമ്പോ കാശ് ഇരട്ടിയാവോന്നാണ് പറയണത്. അപ്പൊ ഇവിടെ ഇങ്ങനെ റെന്റിന് കാർ എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ കാണാനുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പോയിക്കൊണ്ട് വെയിറ്റ് ചെയ്ത് കിടക്കുകയും വേണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാകുകയും ചെയ്യും. അപ്പൊ ഞാൻ ഇപ്പൊ നമുക്ക് റെന്റിന് കാറ് തന്ന ചേട്ടന്റെ ഒക്കെ നമ്പർ ഞാൻ ഈ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഗോവൻ ട്രിപ്പിലൊക്കെ ഇങ്ങനെ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പോലെയൊക്കെ ഒന്നും അറിയാതെ വന്നവരാണെന്നുണ്ടെങ്കിൽ ചേട്ടനൊന്ന് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കാറും കാര്യങ്ങളൊക്കെ റെന്റിന് എടുത്തു കഴിഞ്ഞിട്ട് പോകാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പൊ ഞാൻ ചേട്ടന്റെ നമ്പർ ഞാൻ വീഡിയോന്റെ താഴെ കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ അത്യാവശ്യം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല കാർ തന്നെയാണ് കിട്ടിയേക്കണത്. ഭാഗ്യമുണ്ട് നമ്മൾക്ക്. എന്തായാലും സീസൺ അല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല, വലിയ തിരക്കുകളില്ല. പിന്നെ നമ്മൾക്ക് വഴികൾ അറിയില്ല. വഴികൾ നമ്മൾ ഇപ്പൊ പരിചയപ്പെടണുള്ളൂ. ഗോവയിലുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മ മിക്കുനെ എന്റെ മുമ്പിൽ ഇരുത്തിയേക്കണത് വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് തോന്നുന്നു പേടിയാണ്. എന്താന്ന് വെച്ചാൽ നല്ലൊരു ട്രിപ്പ് അത് കോളാവും. അനുസരിച്ച ചീത്ത ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് കിട്ടണത് ഗൂഗിളിൽ വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ തെറ്റിപ്പോവും. എന്നിട്ട് എന്നെ എനിക്കൊന്നും കിട്ടാറുണ്ട്, ടോമിനും കിട്ടാറുണ്ട്. അപ്പൊ ആ ട്രോഫി ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ മിക്കുന് കൈമാറി. മിക്കു എന്തായാലും പോയി ഫ്രണ്ടിൽ ബെൽറ്റൊക്കെ ഇട്ട് ഇരുത്തിയേക്കാണ് ഞാൻ മിക്കുന. മിക്കു വഴി പറഞ്ഞു കൊടുത്ത് തെറ്റിയ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. മിക്കുനാവുമ്പോ ആദ്യം ചീത്ത ഒന്നും കേൾക്കൂല. അങ്ങനെ ഇങ്ങനെ ഞങ്ങള് ബുക്ക് ചെയ്ത ഹോട്ടലിലോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റേറ്റ് ഒന്നും തോന്നണില്ല കേട്ടോ ഗോവയെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താണ്ടൊക്കെ പ്രതീക്ഷിച്ച്. ഇതിപ്പോ നമ്മുടെ നാട് പോലെ തന്നെ കുറെ തെങ്ങുണ്ട്. സാധാരണ പോലെ തന്നെ നമ്മുടെ ഒരു നാട്. ഒന്നും തോന്നണില്ല വലിയ പ്രത്യേകിച്ചൊന്നും. ഇനിയിപ്പോ അങ്ങനെ കയറി അങ്ങോട്ട് മെയിൻ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല കേട്ടോ. ചെന്ന് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ ഓരോരോ സ്ഥലങ്ങൾ. ഇപ്പൊ സമയം ഏകദേശം 6:30 മണിയായി കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു പിടുത്തോടി കിട്ടൂല എങ്ങാട് പോകണമെന്നുള്ളത്. അതിന് മുന്നേ എങ്ങനെയെങ്കിലും ഒന്ന് ഹോട്ടലില് എത്തിയാൽ മതി. ആരും അങ്ങനെ ഹെൽമെറ്റും വെച്ചിട്ടൊന്നും നടക്കണമെന്നില്ല കേട്ടോ. അവിടെ നിയമങ്ങളൊന്നും വലിയ ശക്തമല്ലെന്നും തോന്നണുണ്ട്. ചേട്ടന് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് ഞങ്ങള് രക്ഷപ്പെട്ടു. ഡ്രൈവിംഗ് കൂടെ അറിയാവുന്നെങ്കിൽ ഡ്രൈവറിനെ കൂടി കപ്പണിക്ക് തന്നാണ്. ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ 4 ദിവസം നമ്മൾക്ക് ഒരു കാറ് കിട്ടിയല്ലേ. 4 ദിവസം നമുക്ക് സ്വന്തമായ ഒരു കാറ്. ആദ്യം നമ്മൾ ഈ കാറിന് ഇത്തിരി പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ വന്നിട്ട് ഇത്തിരി പെട്രോൾ അടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചിലപ്പോൾ പെട്രോളൊന്നും ഉണ്ടാവൂല. കാറോ അതായിരിക്കും നമുക്ക് തന്നേക്കണത്. അപ്പൊ പെട്രോൾ അടിച്ച് ഫുള്ളാക്കി ഇട്ടോളാൻ പറയും.
അപ്പോൾ പെട്രോളും അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബുക്ക് ചെയ്ത ഹോട്ടലിലോട്ട് പോകാം. അവിടെ എങ്ങനെയാണാവോ അവസ്ഥ എന്ന് പറഞ്ഞോണ്ട് നമ്മൾ ഈ ഗൂഗിളിൽ ഫോട്ടോ കണ്ടിട്ടാണ് ചെയ്തേക്കണേ. അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ ആവോന്നാവോ. റോഡൊക്കെ എന്തായാലും അടിപൊളിയായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെ കുണ്ടും കുഴിയൊന്നുമില്ല. അടിപൊളിയായിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കുഴി പോലുമില്ല. നല്ല അടിച്ച് കത്തിച്ച് പോവാം നമുക്ക്. റോഡൊക്കെ എന്തായാലും അടിപൊളിയാണ്. അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റൂല. ഗൂഗിളമ്മായി നമ്മൾ എങ്ങാണ്ടാണ് പോകുന്നത്? ബുജിയുടെ വീട്ടിലേക്ക്. ബുജിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടും പോകുന്നില്ല, ബുജിയുടെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങുന്നു. ഇയാള് ഭയങ്കര ടയേർഡായിക്കണ്ട. അവരോടത്തോട്ടും പോകണ്ട, നമുക്ക് അവിടെ ചെന്നിട്ട് കുളിച്ച് കിടക്കാന്ന് ഓർക്കൊണ്ടാണ് പുള്ളിക്കാരൻ ഇരിക്കണത്. പുള്ളിക്കാരന് മതിയായി യാത്ര ചെയ്യണം. നമ്മ റൂം ബുക്ക് ചെയ്തേക്കണോടത്ത് ചെന്നിട്ട് വേണം എവിടെയാണ് എന്താണോ ഉള്ളതെന്നൊക്കെ അവരോട് തന്നെ പോയി തിരക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ മാപ്പൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് നമ്മളുടെ സ്റ്റേ ചെയ്യണ സ്ഥലത്തിന്റെ അരികത്തുള്ള സ്ഥലങ്ങളൊക്കെ ഏതാണെന്നുള്ളത് അവിടെ റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് നോക്കാന്ന് ഓർത്താണ്. ആ മലകളൊക്കെ കാണുന്നുണ്ട്. ഈ കാറിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മലകളൊക്കെ കാണാട്ടെ. ഇഷ്ടം പോലെ മലകള്, മലപ്രദേശം. അങ്ങനെ എന്താണിത് ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരു കോടമഞ്ഞ് പോലെ ഇങ്ങനെ ഭയങ്കര ഒരു തണവ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒക്കെ അവിടെ നല്ല ചൂട് ഈ സമയത്ത്, ഇവിടെ നല്ലൊരു തണവാണ്. ചെറിയൊരു മഴ തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് മണ്ണൊക്കെ വെച്ചേക്കണ നല്ല രസമില്ലാണ്, നല്ല ഭംഗിയില് ഈ റോഡിന്റെ വികസനമായിട്ടൊക്കെ ചെയ്ത് വെച്ചേക്കണോ. പക്ഷെ നല്ല ഭംഗിയും കാണാനായിട്ട്. എന്തായാലും അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിട്ട് നമ്മ ഇങ്ങനെ ഓരോ ബ്ലോക്കിൽ കടന്ന് കുറെ ടൈമൊക്കെ നമ്മളുടെ പോയി. മാപ്പ് വെച്ച് നോക്കുമ്പോ ഒരു 15 മിനിറ്റാണ് കാണിക്കണത്. അത് നോക്കിയ റോഡ് കാണാണ്ട നമ്മുടെയൊക്കെ നാടും ഇങ്ങനെ. ഞാൻ അടുത്ത ദിവസം തന്നെ ഓതയും എനിക്ക് കണ്ടിട്ട് കൊതി വന്നു. ഈ റോഡിന്റെ സൈഡിലൊക്കെ നല്ല കാഴ്ച. മിക്കൂസ് ഓഫായിട്ട് മിക്കൂസിന് നല്ല ക്ഷീണമുണ്ട് പാവം, തളർന്നൊടിഞ്ഞിടക്കാണ്. ഗൂഗിൾ മാപ്പ് പറയാൻ വേണ്ടിട്ട് പോയിരുന്നിട്ട് ഉറങ്ങണം. മാപ്പിന്റെ ആള് പറയാൻ പോയി, മാപ്പ് പോയി, വഴി പോയി. വേഗം വിട്ടെ. മാപ്പ് പറയാനിരുന്നിട്ട് ഇതേ കൂർക്കം വലിച്ചടന്നിട്ട് ഉറങ്ങണം. മാപ്പും പറഞ്ഞു കൊടുക്ക പപ്പേന്നും പറഞ്ഞു കേറി ഇരുന്നാണ്. വർക്കൊക്കെ കണ്ട് എത്രത്തോളം ഭംഗിയാവോന്നാവോ. സംഭവം എന്തായാലും കൊള്ളട്ടാ. നമ്മളുടെ പുറത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്തേക്കണ പോലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാ. അടിപൊളിയല്ലേ? അടിപൊളി കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തേക്കണത് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. ഇത് കാണാൻ നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ഈ ഫോണിൽ കൂടി കാണുമ്പോ അത്ര വലിയ വിസിബിൾ ആവണോന്നില്ല. കുറച്ചും ഇങ്ങോട്ട് മാറി നിന്നൊക്കെ വേണം പിടിച്ചു കഴിഞ്ഞാലേ അതിന്റെ ഭംഗി നിങ്ങക്ക് മനസ്സിലാവുള്ളൂ. കൊറേ ചുറ്റിക്കറങ്ങി നമ്മൾ അവസാനം നമ്മുടെ റീജൻസിൽ എത്തിയിട്ടാ. ഒരുപാട് ചുറ്റിയിട്ട ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഈ നമ്മുടെ ബിലാലിക്കടെയൊക്കെ ആ ഒരു ഫോട്ടോ വെച്ച് ആ ഒരു ഭാഗമൊക്കെ ഇല്ലേ, അതേപോലത്തെ ഒരുപാട് സ്ട്രീറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവിടെ കാണാൻ എളുപ്പമുള്ള കയറി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. തൊട്ടരികത്തായിട്ട് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ഞാൻ ഇതിന്റെയൊക്കെ നമ്പർ ആഡ് ചെയ്തേക്കാട്ടെ വീഡിയോന്റെ താഴെ. അപ്പൊ ഇനി വന്നവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് വരാൻ വേണ്ടിയിട്ട് ലൊക്കേഷൻ ഷെയർ ചെയ്തേക്കാട്ടാ. ഇതേ ടോമിനൊക്കെ ഛർദ്ദിക്കാൻ വരാൻ ഒരു ടെൻഡൻസി ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. എന്തായാലും പിള്ളേര് ഭയങ്കര ടയേർഡാണ്. ഇവിടെ മൊത്തം ഇങ്ങനെ ഉണ്ടാറ് എന്റെ കാർ ഇതേ ഇവിടെ മുഴുവൻ സെയിൽ എന്ന് പറഞ്ഞിട്ട് എഴുതി ഇങ്ങനെ വെച്ചേക്കണം കാറുകളൊക്കെ. ഇതൊക്കെ മുഴുവൻ റെന്റിന് ഇട്ടേക്കണാണ്. നമ്മളിവിടെ വന്ന് ബുക്ക് ചെയ്ത് റൂമൊക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കാറ് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് നോക്കിപ്പോ നമ്മള് ചുറ്റിക്കറങ്ങാം. ഇവിടെ നടന്നു പോകാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഇഷ്ടം പോലെ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ റൂമിൽ പോയി ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം കാണാം. ഓക്കേ, അവിടെ നിക്ക് പാപ്പ വന്നിട്ട് പോകാം.
മൊത്തം വിജനമായിട്ട് ഇങ്ങനെ കിടക്കേണ്ട. ഇനി റൂമിന്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് അറിയാം. പുറന്നുള്ള ലുക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഞാൻ അകത്ത് നോക്കാം. ആ വലിയ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ബാത്റൂം ഉണ്ട് കയറി വരുമ്പോ തന്നെ. പിന്നെ ഒരു വിശാലമായ റൂം. ആ കുഴപ്പമില്ല, 4 കൂടി സുഖമായിട്ടൊക്കെ കിടക്കാം. പിന്നെ ഒരു TV ഉണ്ട്. ഇന്നൊരു ദിവസത്തൊക്കെ ഉള്ളു കേട്ടോ. നാളെ രാവിലെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്യും 11 മണിയാകുമ്പോൾ. ഇന്നിപ്പോ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇതേ ഒരു കണ്ണാടി, TV ഉണ്ട്, പക്ഷെ ചാനലൊന്നും ഉണ്ടാവൂല. അപ്പൊ ഇതാണ് ഞങ്ങളുടെ റൂം. ഇനി ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. റൗണ്ട് ഉണ്ട് കേട്ടോ. ആ റൗണ്ട് വന്നിട്ടാണ് തിരിഞ്ഞ് നമ്മൾ ഈ ഹോട്ടലിലോട്ട് എത്തണത്. ഓ എന്റെ ദൈവമേ, ആ റൗണ്ട് എത്തിയാൽ നമുക്ക് ഒരു പിടുത്തവും കിട്ടാത്തൊരു റൗണ്ട്. അങ്ങനെ കുറച്ച് പെടല് പെട്ട് ഞങ്ങൾ 3-4 പ്രാവശ്യം റൗണ്ട് ചുറ്റിയിട്ടാണ് തിരിച്ച് നമ്മള് ഈ ഇവിടെ കണ്ടുപിടിച്ചത്. ഓ തമ്പുരാനെ, ഇനി എന്തൊക്കെ കാണേണ്ടതെന്ന് നമുക്ക് കണ്ടറിയാട്ടത്. ഹോട്ടൽ റൂമിൽ ആദ്യമായിട്ടാണ് നമ്മളുടെ റൂം പാവം അതെടുക്കണത് കേട്ടോ. അതും കിട്ടിയതാ വണ്ടാറ ശോകമൂകമായ ഒരു എന്താ പറയണ ഇങ്ങനാണെങ്കിൽ ഞാൻ എത്തിന്ന് പറ. ഇവിടെ